ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വെറുതെ കളയുന്ന പഴയ സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റിയുള്ളൊരു യൂസ്ഫുൾ ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു പഴയ ടീഷർട്ട്, നമ്മൾ ഉപയോഗിച്ചൊക്കെ കഴിയുന്ന ടീഷർട്ട് ഉണ്ടാവില്ലേ വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരു പഴയ ടീഷർട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കുറച്ച് വലിയ ടീഷർട്ട് ആണെങ്കിൽ നന്നായിരിക്കും. ഇപ്പം ടീഷർട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ കോട്ടൻ്റെ ചുരിദാറിൻ്റെ ടോപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നൈറ്റിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കോട്ടൻ്റെതാണെന്നുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്താ ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുവാണ്. നമ്മുടെ ആ ഒരു ബട്ടൺസ് കഴിഞ്ഞുള്ള ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. നല്ല കറക്റ്റായിട്ട് കുറച്ച് ഭാഗം നന്നായിട്ട് കിട്ടുന്ന ഭാഗം ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം കീറിപ്പോയ ഭാഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള ഭാഗം എടുത്താലും മതിയാവും. ഇപ്പം എന്താ ഇതാ ഇങ്ങനെ നീളത്തിൽ എടുത്തിട്ടുണ്ട്. അടിഭാഗവും മുകൾ ഭാഗവും ഒരുമിച്ചാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു പീസ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബട്ടൺസും സ്ലീവൊക്കെ വരുന്ന ഭാഗം ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ഇതിപ്പം പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് ഡിസൈൻ ഉള്ളത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സാണ്. നമ്മൾ സാധാരണ വീട്ടിൽ ഷൂ വാങ്ങിക്കുന്ന ബോക്സ് ഉണ്ടാവും. ഇത് കുറച്ചുകൂടെ വലിയ ബോക്സാണ്, ഷൂവിൻ്റെ അല്ല. അപ്പം ഷൂ ചെറുതാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ ഷൂവിൻ്റെ ബോക്സ് മതിയാവും. അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്തെങ്കിലും വാങ്ങിച്ചതിൻ്റെ ബോക്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എന്താ ഞാൻ അതിൻ്റെ ഒരു ഭാഗവും കളഞ്ഞിട്ടില്ല കേട്ടോ. ആ കാർഡ്ബോർഡ് ബോക്സ് ഫുള്ളായിട്ട് അതുപോലെ തന്നെ എടുത്തിട്ടുള്ളൂ. പിന്നെ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമുക്കിത് ഈ ഒരു സൈഡ് ഭാഗം വേണ്ട, പക്ഷേ അത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല. അതിന് പകരമായിട്ട് ഈ സൈഡ് ഭാഗം അകത്തേക്കൊന്ന് മടക്കി വയ്ക്കുവാണ്. നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ബലം പോകും, അത് കുറച്ച് കട്ടി ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഒരു സൈഡ് ഭാഗത്ത് നല്ല ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്യാതെ ഇത് മടക്കി അകത്തോട്ട് വെക്കുന്നത്. ഇതിപ്പോൾ കണ്ടോ, അപ്പം മടക്കി അകത്തോട്ട് വെച്ചപ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് സ്റ്റേപ്ലർ വെച്ചിട്ടൊന്ന് അടിക്കുവാണ് എല്ലാ ഭാഗത്തും. ഈ സ്റ്റേപ്ലർ അടിക്കുന്നതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് അകത്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്റ്റേപ്ലർ അടിക്കുന്നതേ ഉള്ളൂ. നല്ല വലിയ സ്റ്റേപ്ലർ പിന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അകത്തുനിന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് 4 സൈഡിൽ ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ എന്താ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബോക്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലത്തെ ക്ലോത്ത് വേണം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ബനിയൻ്റെ പീസാണ്. അപ്പോൾ അത് രണ്ടും കൂടി ജോയിൻ ആയിട്ടുള്ള പീസാണ്, നമ്മളെ ബോഡി കയറുന്ന ഭാഗം. അപ്പോൾ അതൊന്ന് ഒരു സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ ഒരു സൈഡിലത്തെ ആ തയ്യലുള്ള ഭാഗമില്ലേ, അവിടെയാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ നല്ല നീളത്തിലുള്ളൊരു പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ചെയ്യുമ്പോൾ വളരെ വലിയ പീസാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ചെറിയ ചെറിയ കട്ട് പീസാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ താമസം വരും, അത്രയ്ക്ക് ഈസി ആയിരിക്കില്ല. അപ്പോൾ എന്താ ഇതുപോലെ ബോക്സ് ഒന്ന് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഭാഗം കുറച്ച് വിട്ടതിന് ശേഷമാണ് ബോക്സ് വെക്കുന്നത്. കുറച്ച് ഭാഗം അടിഭാഗത്തേക്ക് വിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എടുത്തിട്ട് ഉള്ളിലേക്ക് ഒന്ന് കയറ്റി വയ്ക്കുക. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. ഞാനൊരു മെഷർമെൻറ്റ് ടേപ്പോ അല്ലെങ്കിൽ ഒരു അളവോ അങ്ങനെയൊന്നും എടുത്ത് ചെയ്യാൻ എനിക്ക് അറിയില്ല. അളവൊന്നും എടുക്കാതെയാണ് ഞാനിങ്ങനെ വെച്ച് നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ദാ ഇച്ചിരി ഭാഗം അടിഭാഗത്തേക്ക് ഒന്ന് വിട്ടതിന് ശേഷം മുകൾ ഭാഗമാണ് നമ്മൾ കൂടുതൽ കവർ ചെയ്യേണ്ടത്. അപ്പോൾ അടിഭാഗം നമ്മൾ എന്തായാലും കാണുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു കുറച്ച് ഭാഗം വെച്ചിട്ട് എത്രയും അകത്തേക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. ഇപ്പോൾ അത്രയ്ക്ക് വലിയ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോക്സിൻ്റെ ഒരു അളവിന് മുറിച്ചെടുക്കുകയാണെങ്കിലും ചെയ്യാം. പിന്നെ ഇതാ ഇതുപോലെയുള്ള ഗൺ ഗ്ലൂ ഉണ്ടെങ്കിൽ വളരെ നല്ലത്, അല്ലെന്നുണ്ടെങ്കിൽ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യാം. നമ്മൾ കട്ടിയായിട്ട് ഒട്ടിയിരിക്കുന്ന എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഗൺ ഗ്ലൂ ആകുമ്പോൾ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഈ സൈഡിൽ നിന്നാണ് ആദ്യം ഒട്ടിച്ച് തുടങ്ങേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഭാഗം ഒന്ന് അകത്തേക്ക് കയറ്റി ഒട്ടിച്ചാൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കും. അപ്പോൾ ഈ ബോക്സ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലോത്ത് വെച്ചിട്ട് ഒട്ടിക്കുന്നത്. പേപ്പർ വെച്ചിട്ടും ചെയ്യാം, പക്ഷേ ലാസ്റ്റ് ചെയ്യില്ല. നമ്മൾ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ഇതിങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒട്ടിച്ച് വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എന്താ ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു സൈഡ് അടിഭാഗമാണ് ഞാനിപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നമ്മൾ വെക്കുമ്പോൾ ഉള്ള അടിഭാഗം. അപ്പോൾ അവിടെ ഇങ്ങനെ ഇതുപോലത്തെ ഗൺ ഗ്ലൂ വെച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് ഒട്ടിക്കുവാണ്. ഒട്ടിക്കുമ്പോൾ വൃത്തിയായിട്ട് ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ സൈഡും നമ്മൾ പിടിച്ചെടുക്കുന്നത് മെഷർമെൻ്റ് ഒന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരുപോലെ ഏകദേശം ഒരുപോലെ ആവുന്ന രീതിയിൽ ഒട്ടിക്കണം.
അതുപോലെ നമ്മൾ ഒട്ടിച്ചിങ്ങനെ വളഞ്ഞു വരുമ്പോൾ ഈ കോർണർ ഭാഗം ഉണ്ടല്ലോ, കോർണർ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ മടക്കി ഒന്ന് ഒട്ടിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ പ്രസൻറ്റേഷനൊക്കെ ഗിഫ്റ്റ് ബോക്സൊക്കെ പൊതിയുമ്പോൾ നമ്മൾ സൈഡ് ഭാഗങ്ങൾ കോർണർ ഭാഗം ഒന്ന് മടക്കുമല്ലോ, അപ്പോൾ അതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് എടുക്കണം. ദാ ഇപ്പോൾ അടിഭാഗം ഫുള്ള് ഞാൻ കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഈ 4 കോർണറും ഇതൊന്ന് മടക്കിയിട്ടുമുണ്ട്, ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ എക്സ്ട്രാ ഉള്ള മുകളിലെ ഭാഗങ്ങളെല്ലാം ഉള്ളിലേക്ക് തള്ളി വയ്ക്കണം, ഇതുപോലെ ഉള്ളിലേക്ക് തള്ളി വയ്ക്കണം. അപ്പോൾ ഇതാ ഉള്ളു ഭാഗവും ഇതാ കവറായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സൈഡ് ഈ ഒട്ടിച്ച് തീരുന്ന കോർണർ ഒന്ന് വൃത്തിയായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ എക്സ്ട്രാ പീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കുറച്ച് എക്സ്ട്രാ വേണം, ഒരുപാട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം. അതുപോലെ ബാക്കിയുള്ള ഭാഗവും കൂടെ പിടിച്ച് ഒട്ടിക്കുകയും വേണം. അപ്പോൾ ഇതിലിപ്പോൾ ഇത്രയും ഭാഗം എക്സ്ട്രാ ഉണ്ട്, അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ചൊന്ന് മടക്കിയിട്ട് ഒട്ടിക്കുവാണ്. മടക്കി ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടെ വൃത്തി വരും, അല്ലെങ്കിൽ ആ കട്ട് ചെയ്ത സൈഡ് ഭാഗം കാണുന്നത് വൃത്തികേടല്ലേ. അപ്പോൾ നമുക്കൊന്ന് മടക്കി ഒട്ടിക്കാം. പിന്നെ ഈ ഒരു ബോർഡർ വരുന്ന ഭാഗം താഴെ ടീഷർട്ടിൻ്റെ ബോർഡർ വരുന്ന ഭാഗമാണ് ഞാൻ ഉള്ളിലേക്ക് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വൃത്തിയുണ്ട്. അപ്പോൾ ദാ ഞാനിത് മടക്കി ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഗൺ ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ടീഷർട്ട് ആകുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയുമാണ്, ഈസിയാണ്. വലിയ ആൾക്കാരുടെ ഒരു എക്സൽ സൈസൊക്കെയുള്ള ടീഷർട്ട് ചെയ്യാൻ പറ്റിയ കറക്റ്റ് ഒരു ബോക്സാണിത്. ബോക്സിൻ്റെ അളവനുസരിച്ചിട്ട് വേണം നമ്മൾ തുണിയുടെ അളവും തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ഞാൻ അകത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒട്ടിക്കുമ്പോൾ നല്ല വലിച്ചൊട്ടിക്കണം. ടീഷർട്ടൊക്കെ ആകുമ്പോൾ ഒരുപാട് വലിക്കുകയും ചെയ്യരുത്, അപ്പോൾ കറക്റ്റ് കിട്ടില്ല. അപ്പോൾ എന്താ ഉൾഭാഗമൊക്കെ ഗൺഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഗൺഗ്ലൂ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിച്ച് തീരും കേട്ടോ ഇതുപോലെ. ഇനി ഈ ഒരു അടിഭാഗമാണ് കുറച്ച് വൃത്തികേടായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ ഭാഗം നമ്മൾ ഒരു പീസ് ക്ലോത്ത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഈ ഒരു സൈസിന് വേണം നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ടീഷർട്ടിൻ്റെ ബാക്ക് ഭാഗത്ത് നിന്ന് ഒരു ചെറിയ പീസ് ഇതുപോലെ റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും അളന്നിട്ടൊന്നുമില്ല, ഈ ഒരു ബോക്സ് വെച്ച് നോക്കിയിട്ട് ഏകദേശം കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അങ്ങനെ മതി. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇത് ഗൺഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. കണ്ടോ, നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യലൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഒന്നും അറിയണ്ട. നമ്മൾ ചെറുതായിട്ടൊരു ബോക്സ് വെച്ചിട്ട് നല്ല ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഒരു ഭംഗിക്കായിട്ട് നമ്മളിത് റിബൺ വെച്ചിട്ടൊന്ന് കെട്ടിയെടുക്കണം. ഇപ്പോൾ റിബൺ തന്നെ വേണമെന്നില്ല, നമുക്ക് ഭംഗിയുള്ള ചെറിയ ഫ്രില്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലേസ് അതൊക്കെ പിടിപ്പിച്ച് ഭംഗിയാക്കാം. ചെറിയ ബട്ടൺസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എന്ത് വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു റിബൺ ഇതും ഗൺ ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അതുപോലെ ഒരു ചെറിയ പീസ് കൊണ്ടൊരു ചെറിയ ബോയും കൂടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതും ഗൺ ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുത്തത്. അപ്പോൾ ഇതൊക്കെ നിർബന്ധമില്ല, ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ഉൾഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ തുണി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തുണിയൊന്നും ഒട്ടിക്കുന്നില്ല. ഇനി ഇതിൽ നമ്മുടെ ക്ലോത്തൊക്കെ നന്നായിട്ട് മടക്കി വെക്കാം. നമ്മൾ ഡ്രസ്സ് വെക്കുന്ന കബോർഡിനുള്ളിനകത്തേക്ക് ഇതുപോലെ ഡ്രസ്സുകൾ മടക്കി തിരിച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട്, ഇപ്പോൾ എത്ര ചെറിയ കബോർഡാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വെക്കാം. ഇതിൽ ഒരുപാട് വെക്കാം കേട്ടോ. ഇതൊന്നും നിറഞ്ഞിരിക്കുന്നെങ്കിലും ജസ്റ്റ് കൈ കൊണ്ട് നേരത്തെ ചെയ്ത പോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ എത്ര തുണി വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ഉണ്ടാക്കിയെടുത്ത വേറൊരെണ്ണമാണിത്. ഇതൊരു ജീൻസിൻ്റെ ടോപ്പായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതുപോലുള്ള പഴയ കാർഡ്ബോർഡ് ബോക്സൊക്കെ കളയാതെ ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്തെടുത്താൽ നമ്മുടെ കബോർഡിനകത്ത് ഡ്രസ്സ് വെക്കാനോ കുട്ടികളുടെ ടോയ്സ് വെക്കാനോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്